50th മൂവിയിൽ ഇങ്ങനൊരു നല്ലൊരു വർക്ക് പ്രേക്ഷകർ കൊടുക്കാൻ പുള്ളിക്ക് കഴിഞ്ഞു. ടോവിനോ തോമസിന് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മച്ചാനെ. ആടുജീവിതമൊക്കെ ടോവിനോയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ അതിഗംഭീരമായിട്ട് പുള്ളി ചെയ്തേനെ. ടോവിനോയുടെ ഈ ഒരു അഭിനയ പ്രകടനം കണ്ട് ഇനി മലയാള സിനിമയിലുള്ള പൃഥ്വിരാജ് മാത്രമല്ല ബാക്കിയുള്ള ഉൾപ്പെടെ എല്ലാ നടന്മാർക്കും ഒരു പേടി സ്വപ്നമായിട്ട് ടോവിനോ തോമസ് വന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരു കാര്യം പ്രത്യേകം പറയേണ്ടത്, ഇത് വേറെ ലെവല് അടിപൊളി പടം, നല്ല പടമാണ്, അടിപൊളി പടം, നല്ലൊരു ഫാൻറ്റസി ത്രില്ലർ പടമാണ്, ഫുള്ളായിരുന്നു, നൈസ് പടമാണ്. ഏറ്റവും എടുത്ത് പറയേണ്ട എഡിറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങുമാണ്. രണ്ടും അന്യായ ലെവൽ. തുടങ്ങുന്ന ഒരു മൊമെൻറ്റ് തൊട്ട് തീരുന്ന ഒരു മൊമെൻറ്റ് വരെയും പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. 50ാമത്തെ മൂവിയാണ് ടോവിനോയുടെ. അത് വെച്ച് അങ്ങനെ നോക്കുമ്പോൾ പുള്ളിക്ക് അഭിമാനിക്കാം. കാരണം 50th മൂവിയിൽ ഇങ്ങനൊരു നല്ലൊരു വർക്ക് പ്രേക്ഷകർ കൊടുക്കാൻ പുള്ളിക്ക് കഴിഞ്ഞു. പിന്നെ ഡയറക്ഷൻ സൈഡ് കൊള്ളാം. ഇതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ട എഡിറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും തന്നെയാണ്. പിന്നെ പെർഫോമൻസ് എന്ന് പറയുമ്പം ടോവിനോടെ 2-3 അപ്പിയറൻസ് വരുന്നുണ്ട്. പുള്ളിയുടെ ബോഡി ലാംഗ്വേജിലാണെങ്കിൽ ശബ്ദത്തിലാണെങ്കിൽ ഈ അപ്പിയറൻസിലെല്ലാം പുള്ളിക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഓവറോൾ നല്ല പടം, സൂപ്പർ പടം, ഒന്നും പറയാനില്ല, കിടിലം പടം. ടോവിനോയുടെ 50ാമത്തെ പടം വേറെ കസറിയൊക്കെയാണ്. ടോവിനോയുടെ അഴിഞ്ഞാട്ടം, ലവ് സീൻസ് ആയാലും അതുപോലെ ഫൈറ്റ് സീൻസ് ആയാലും മൊത്തത്തിൽ ആക്ടിങ്, മൊത്തത്തിൽ റോള് എല്ലാം അടിപൊളിയായിട്ട് ടോവിനോ ചെയ്തിരിക്കുന്നുണ്ട്. അതുപോലെ നല്ല അടിപൊളി സപ്പോർട്ടിങ് റോള് ബേസിൽ ജോസഫിൻ്റെ ചെയ്തിട്ടുണ്ട്. കൃതി ഷെട്ടി ഭയങ്കര മനോഹരമായിട്ട് കാണാൻ. അതുപോലെ കെമിസ്ട്രി നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട് അവർ തമ്മിലുള്ള, ടോവിനോ കൃതി ഷെട്ടിയുടെയും. അതുപോലെ പ്രത്യേകം പറയേണ്ട സിനിമാറ്റോഗ്രഫി, ജോമോൻ ടി ജോൺ അമേസിങ് സാധനം, BGM അടിപൊളി, മ്യൂസിക് നല്ലോണം ക്യാച്ച് ആയിട്ട് ആളുകളെ ഓഡിയൻസിനെ പുൾ ഓഫ് ചെയ്ത് ഇരുത്താൻ പറ്റുന്നുണ്ട്. അടിപൊളി സാധനം. അതുപോലെ വേറൊരു കാര്യം പ്രത്യേകം പറയേണ്ടത്, ഇത് ഡിറക്ഷൻ. ജിതിൻ്റെ ഫസ്റ്റ് ഡെബ്യൂ ഫിലിമാണെന്ന് ഒരിക്കലും പറയില്ല. സൂപ്പറായി ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലോലെസ് ആണ്. സെക്കൻഡ് ഹാഫ് മനോഹരം, ഒരു രക്ഷയില്ല. ഇത് ഓണം വിന്നർ, ഓണം തൂക്കിയെന്ന് തന്നെ പറയാം. പടം മികവുറ്റ പ്രകടനം. ടോവിനോ തോമസിൻ്റെ മികവുറ്റ പ്രകടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മികവുറ്റ പ്രകടനം. അതായത് കാറ്റായും മഴയായും നരിയായും നമ്മളെ ലാലേട്ടൻ നിറഞ്ഞ ആടും പോലെ ടോവിനോ തോമസിന് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മച്ചാനെ. ഞാൻ ഈ പറയുന്ന കാര്യം ഈ സിനിമ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ പണം, ഞാൻ കള്ളമല്ല പറയുന്നത്, നമ്മൾ കണ്ട് തന്നെ നമ്മൾ ആസ്വദിക്കും. കാര്യം ഈ പടം നമ്മൾ കണ്ട് ആസ്വദിക്കും. കാര്യം നമ്മൾ പടം ഫസ്റ്റ് ഹാഫിനെ അങ്ങോട്ട് സെക്കൻഡ് ഹാഫാണ് നമ്മളെ പിടിച്ചിരുത്തി കളയുന്നത്. കാര്യം വിസ്മയിപ്പിക്കും, നടന്ന വിസ്മയം, ലാലേട്ടനെ പോലെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് രംഗമായിരുന്നു. അതായത് ആ ഒരു ക്ലൈമാക്സ് രംഗം എന്ന് പറയുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ത്രില്ലടിപ്പിക്കുന്നുണ്ട്. അത് ത്രില്ലിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സെൻറ്റിമെൻറ്റ്സും ആകുന്നുണ്ട്, നമ്മുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. അത് ടോവിനോയ്ക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയും. പക്ഷേ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ലാലേട്ടനാണ്. കളരി എന്ന് പറയുന്നത് ലാലേട്ടനെ വിട്ടിട്ട് വേറെ ആരും ഉള്ളൂ. പക്ഷേ ഞാൻ ഇന്നുവരെ ടോവിനോയുടെ ഫൈറ്റ് ഞാൻ കണ്ടതിൽ പൃഥ്വിരാജ് പോലും ഇതുവരെയായിട്ട് ചെയ്തില്ല. പൃഥ്വിരാജിനെ കുറ്റം പറയുന്നതല്ല, പൃഥ്വിരാജിൻ്റെ ഒരുപാട് ഫൈറ്റുകളും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ടോവിനോ തോമസിന് ഇത്രയും ആര് ചെയ്ത് കഴിഞ്ഞാലും, ഫൈറ്റ് ആര് ചെയ്ത് കഴിഞ്ഞാലും ഒരു കഴിവുണ്ടായിരിക്കണം, ഒരു വഴക്കം ഉണ്ടായിരിക്കണം. പക്ഷേ ആ ഒരു വഴക്കം നമ്മളെ ടോവിനോയ്ക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത് ഈ പടത്തിൽ തന്നെ എൻ്റെ പൊന്നെ മാരകമായ ഫൈറ്റ്. ഇത്രയും ഇയാൾക്ക് വഴക്കം വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് തോന്നുന്നു ടോവിനോയുടെ കരിയറിലെ 50ാമത്തെ പടമാണ്. ടോവിനോയുടെ കരിയറിലെ ഏറ്റവും നല്ല ബെസ്റ്റ് മൂവിയാണ്. പുള്ളി ഈ ഒരു പടത്തോടു കൂടി വേറെ ലെവലാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക്. പക്ഷേ ഒരു 100-ൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 95 മാർക്ക് ഈ പടത്തിന് കൊടുക്കാൻ പറ്റും. ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് തന്നെ ആ സിനിമ കാണുമ്പോഴത്തേക്ക് അതിൽ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പിള്ളേർക്ക് ഒരു വിഗ്രഹത്തിൻ്റെ ഒരു സ്റ്റോറിയാണ് അതിൽ വന്നിരിക്കുന്നത്. അത് അവസാനം അത് എങ്ങനെ കൊണ്ടുവരുന്നു, ആ ഒരു സ്റ്റോറിയുണ്ട്. അതിനിടയ്ക്ക് 3D നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓവറായിട്ട് അങ്ങനെ ഇല്ല, ഓവറായിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല. മനസ്സിലായില്ലേ? പിന്നെ പറയാനുള്ളത്, ഈ ടോവിനോ തോമസിൻ്റെ ഈ ഒരു നമ്മുടെ ലാലേട്ടനെ പോലെ നടന്ന വിസ്മയം പോലെ ഈ ഓരോ സിനിമയിലും നമ്മളെ പുതിയ ഡയറക്ടർമാരാണ് തോന്നുന്നത് ചെയ്തത്. പക്ഷേ ആ ഒരു കഴിവ് പുള്ളിയുടെ എങ്ങനെ വേണമെങ്കിലും പുള്ളി അഭിനയിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നത് ആടുജീവിതമൊക്കെ ടോവിനോയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ അതിഗംഭീരമായിട്ട് പുള്ളി ചെയ്തേനെ. കാര്യം പുള്ളിയുടെ ആ ഒരു ശൈലിയൊക്കെ തന്നെ നമുക്ക് കാണാൻ പറയാം. കാര്യം നല്ല ബോഡി ലാംഗ്വേജാണ് ആരത്, നമ്മുടെ ടോവിനോ തോമസിൻ്റെത്. അപ്പോൾ പുള്ളിക്ക് അതിനനുസരിച്ചുള്ള സ്റ്റോറി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി എങ്ങനെ വേണമെങ്കിലും ഉണങ്ങും. ഇനി അഭിനയിക്കാൻ പറഞ്ഞാൽ നമ്മളെ മമ്മൂക്കേനെയും ലാലേട്ടനെയും പോലെ ജീവിച്ച് കാണിക്കും. മനസ്സിലായില്ലേ? കാര്യം ടോവിനോയുടെ ഈ ഒരു അഭിനയ പ്രകടനം കണ്ട് ഇനി മലയാള സിനിമയിലുള്ള പൃഥ്വിരാജ് മാത്രമല്ല ബാക്കിയുള്ള ഉൾപ്പെടെ എല്ലാ നടന്മാർക്കും ഒരു പേടി സ്വപ്നമായിട്ട് ടോവിനോ തോമസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം അത്രയ്ക്ക് നല്ല ബെസ്റ്റ് ആക്ടിങ്. ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ RR സിനിമയൊക്കെ കാണും പോലെ നമ്മുടെ
ചിരഞ്ജീവിയുടെ മോനൊക്കെ ചെയ്യും പോലെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേ മോഡലിലാണ് പുള്ളി വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് അത് കണക്ക് മലയാളത്തിൽ ഇങ്ങനെ നല്ലൊരു നടൻ വന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോഴേ നമ്മളെ മലയാള സിനിമയ്ക്ക് തന്നെ അത് ഒരു അഭിമാനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് സത്യം പറഞ്ഞ പൃഥ്വിരാജുവേട്ടനൊക്കെ സത്യം പറഞ്ഞ ടോവിനോ തോമസ് ഒരു പാടി സ്വപ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം പുള്ളിക്കും ആടുജീവിതം പോലെ ആടുജീവിതത്തിന് അപ്പുറമുള്ള ഏതെങ്കിലും ഒരു സ്റ്റോറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോവിനോ തോമസ് പൊളിക്കും, ജീവിച്ച് കാണിക്കുക തന്നെ ചെയ്യും. കാര്യം അതാണ് പറഞ്ഞത്, പാടി സ്വപ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുക മലയാള സിനിമയിലുള്ള നടന്മാർക്ക്. ടോവിനോ തോമസിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കാം. നല്ല കരിയറിൽ നല്ലൊരു മൂവിയായിരുന്നു. ഇതെല്ലാവരും മലയാള സിനിമയിലുള്ള രാജുവേട്ടനായിരുന്നാലും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ടോവിനോ തോമസിന് ഇനി നമ്മൾ ഏത് റോള് കൊടുത്തു കഴിഞ്ഞാലും അത്രയ്ക്ക് യോജിച്ചിട്ടുള്ള നല്ല റോള് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പൊളിച്ച് അടുക തന്നെ ചെയ്യും. വേറെ ലെവലാണ്. മിക്കവാറും ലാലേട്ടൻ്റെ അടുത്ത സ്ഥാനത്ത് വരാനാണ് ചാൻസ് കൂടുതൽ. കാര്യം മറ്റുള്ള നടന്മാർക്ക് ഇതിപ്പോൾ പാടി സ്വപ്നമായി.